ഇത് ഇത് എവിടെയാണ് തുന്നി കൊടുക്കണതൊക്കെ? ആ, അപ്പം ഈ ഓർഡറിൻ്റെ സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കണേ? ആ ആ ആ ആ അപ്പം ഇതൊരു ദിവസം എത്ര എണ്ണം കിട്ടും പറ്റും? 10 എണ്ണം കിട്ടും. പിന്നെ ഇത് എവിടെയാണ് സെയിൽ ചെയ്യണത്? ആ, നല്ല ബിസിനസ്സാണെന്ന് തോന്നണല്ലേ പോവുകയാണെങ്കിൽ? ഓർഡർ കിട്ടുവാണെങ്കിൽ ബിസിനസ്. ആ ആ, വീട്ടമ്മമാർക്കൊരു ഇത് ഒരു തൊഴിലായിട്ട് ഇത് കണക്കാക്കാമല്ലേ? ആ ആ ആ ആ ആ, മറ്റേ കളർ എടുത്തേ, അത് നല്ല കളറാണ്. ആ, അത് നല്ല കളറാണ് കേട്ടോ. നല്ല, ഇത് ഒരെണ്ണത്തിന് 200 രൂപ അല്ലേ? ആ, അപ്പം നമുക്ക് എന്ത് മെച്ചം കിട്ടും? കൈ കിട്ടും. എല്ലാം മേടിക്കണം. ആ, ഇതെല്ലാം ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിക്കണതാണോ? ആ ആ ആ ആ ആ ആ ആ ആ ആ, ഇത് കടയിൽ ഓർഡർ കിട്ടുവാണെങ്കിൽ ഒന്നിച്ച് കൊടുക്കാൻ പറ്റും അല്ലേ? അത് ഈ സ്റ്റേഷനറി കടകളിലല്ലേ ഇത് കൂടുതൽ പോണത്? ആ ആ ആ ആ ആ ആ, ഇവിടെ ആ കുപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ പെയിൻറ്റിങ് ആണോ? ആ ആ, പിള്ളേരെയും പഠിപ്പിക്കണുണ്ടോ ഈ പരിപാടിയൊക്കെ? ആ, അവർക്കും ഒരു തൊഴിലായിക്കോട്ടെ കേട്ടെ. ആ ആ ആ, അത് കുട്ടികളുണ്ടാക്കിയതാണോ? ആ ആ, ഇങ്ങനെ രൂപത്തിലൊക്കെ ഇടാം അല്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടോ ഏതായാലും. പിന്നെ ഈ കുട്ടികളൊക്കെ എന്ത് പ്രായമുണ്ട്? ആ ആ, അപ്പം അവർ പഠിക്കുമായിരിക്കും. ആ ആ, അപ്പോൾ കുട്ടികളൊക്കെ എവിടെയൊന്ന് കാണിക്കാവോ? ആ ആ ആ ആ, പിള്ളേരെയും പഠിപ്പിക്കും. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ആ ആ, ഇത് ഓർഡർ കിട്ടുവാണെങ്കിൽ വരുമാനം കിട്ടും അല്ലേ? നമുക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും കിട്ടുമായിരിക്കും അല്ലേ ഒരു ദിവസത്തേക്ക്? ആ ആ ആ ആ, ക്ഷമ വേണം. ഇങ്ങനെ ഇരിപ്പാണല്ലേ ഇത് മടിയാവൂലേ ഇരിപ്പ്? ആ ആ ആ ആ, ഇവിടെ പല പെയിൻറ്റിങ്ങൊക്കെ നടത്തണമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. ആ ആ ആ, എന്തെങ്കിലും ഒരു പെയിൻറ്റിങ് കാണിക്കാവോ? ആ ആ ആ ആ ആ ആ ആ ആ ആ, അതൊക്കെ കൊള്ളാമല്ലോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ലീഫും നല്ല കളറും. ആ ഫ്ലവർ നല്ല കളറുണ്ട്. ആ പെൻസിൽ വെട്ടിയുടെ ഇത് കൊണ്ട് വെച്ചിട്ട് ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ആ, ഇങ്ങനെ ഉത്സാഹിക്കുകയാണെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം വേറെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? ആ ആ ആ ആ ആ ആ, അപ്പോൾ
കുട്ടികളൊക്കെ ചെറിയ കുട്ടികൾ 9 വയസ്സാണ്. എത്ര? ആ ആ ആ. അപ്പം ഞാനിതൊരു വീട്ടിൽ ചെന്നപ്പോൾ അവർ ഈ കൈത്തൊഴിൽ ചെയ്യണ കണ്ടിട്ട് ഞാൻ എടുത്തതാണ് ഈ വീഡിയോ. അപ്പോൾ ഇതെല്ലാവർക്കും ഉപയോഗപ്രദമാവുന്ന ഒരു വീഡിയോയാണ്. എല്ലാവർക്കും കുടുംബത്തിരുന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വരുമാന മാർഗമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കുട്ടിക്കാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണ്. 3 മക്കളിൽ ഒരു കുട്ടി നടക്കാത്ത കുട്ടിയാണ്. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വീട്ടിലിരുന്ന് ഈ തൊഴിൽ നടത്തുവാണ്. അപ്പം ഇതൊന്ന് കണ്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഞാനിതൊന്ന് വീഡിയോ എടുത്താണ്. അടുത്ത വീട്ടിൽ പോയതാണ്. പല ഡിസൈനുകളൊക്കെ ചെയ്യുന്ന ആളാണ് ഇയാൾ. അപ്പോൾ ഡിസൈൻ ചെയ്യാനൊക്കെ ആൾക്കാർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിലേക്ക് വിളിക്കുക. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നത്. പക്ഷേ നല്ലൊരു വരുമാന മാർഗ്ഗമാണ് കേട്ടോ ഇത്. കുറച്ച് നേരം ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇരിപ്പാണ് നമുക്ക് മുതലാകാത്തത്. നല്ല മാർഗ്ഗമാണ്, വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റിയൊരു മാർഗ്ഗമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാം വെട്ടി വെച്ചിരിക്കുക, കഷ്ണങ്ങളെല്ലാം ഒരേ കണക്കുണ്ട് ഇതിന് വെട്ടണ. ആ കണക്കനുസരിച്ചാണ് വെട്ടി വെച്ചിരിക്കുന്നത്. അതിൻ്റെ കണക്ക് ഞാൻ കാണിച്ചു തരാം വേണമെങ്കിൽ. ഇതിൻ്റെ കണക്കനുസരിച്ച് വെട്ടി വെച്ചിരിക്കുകയാണ്. പല സൈസ് തുണികളുണ്ട് കേട്ടോ. ഇത് തുണി എന്നല്ല പേര്, ഇത് എന്താ പറയുക, ക്രേപ്പിൻ്റെ തുണിയാണ് കേട്ടോ. ഇതാണ് അതിന് ഭംഗി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അപ്പം ഈ കുട്ടീനെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ ഹെൽപ്പ് ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അടുത്ത വീഡിയോയിലേക്കും ബൈ.